ജഗ, ഇതിനകത്ത് കിടക്കുമ്പോ ചിലപ്പോ ശ്വാസം വരെ നിലച്ചു പോവും. ഇരുട്ടില് ആരൊക്കെ വന്ന് പേടിപ്പിക്കുന്നത് പോലെ ഇതിൽ നല്ലത് വധശിക്ഷ. എന്താ വന്ദന ഇത്? ദേഹമൊക്കെ സങ്കടാവും. കുറ്റം ചെയ്യാത്ത വന്ദനയ്ക്ക് അധിക നാളിവിടെ കിടക്കേണ്ടി വരില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. വന്ദനമ്മേ, മുമ്പെങ്ങും ഭക്ഷണത്തിന് ഇത്ര രുചി തോന്നിയിട്ടില്ല. ഇന്നെന്തോ ഭക്ഷണത്തിന് നല്ല രുചി തോന്നുന്നു. നിങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംതൃപ്തിയും മനസ്സമാധാനവും ആയിരിക്കും. ഇഷ്ടമുള്ളവരോടൊപ്പം ഇരുന്ന് കഴിക്കുന്നത് കയ്പുനീരാണെങ്കിൽ പോലും അതിന് പ്രത്യേകമായൊരു മധുരം ഉണ്ടാവും. അത് മനസ്സിലെ തോന്നലാണ്. എന്നാ ആ തോന്നൽ എനിക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട്. എന്റെ ഭർത്താവും മോളും ഊട്ടുന്ന ഭക്ഷണം എനിക്ക് അമൃതത്തിന് തുല്യാണ്. മുഴുവൻ എനിക്ക് കഴിക്കണം. വയറ് നിറഞ്ഞോളൂ, മനസ്സ് നിറഞ്ഞില്ല. നിർത്ത. ഊട്ടിക്കഴിഞ്ഞില്ലേ? ഉണ്ണാനും ഊട്ടിക്കാനും ഒക്കെ ഇത് സ്വന്തം വീടാണെന്ന് കരുതിയോ? അല്ല മാഡം, വാർഡന്റെ അനുമതി വാങ്ങിയിരുന്നു. വാർഡന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാനാ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇവിടെ തോന്നിവാസം ഒന്നും നടക്കില്ല. ഊട്ടിയതൊക്കെ മതി. ചെല്ലേ. മാഡം പ്ലീസ്, ഈ ഭക്ഷണം ഒന്ന് കഴിച്ചു തീർക്കാൻ എന്നെ അനുവദിക്കണം. അതെന്താടി, ഇത് നിന്റെ അവസാനത്തെ അത്താഴാണോ? എന്നാലും നടക്കില്ല. ആന്റി, ഈ ഇഡലിയും കൂടി വന്ദനമ്മേനെ കഴിക്കാൻ അനുവദിക്കണം. വന്ദനമ്മേ, വന്ദനമ്മേ, മിണ്ടി പോവരുത്. ജാമ്യം പോലും കിട്ടാത്ത നൊട്ടോറിയസ് ക്രിമിനൽ ഇവള് ഊട്ടിക്കാൻ വന്നിരിക്കുന്നു. ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എത്ര കുഞ്ഞുങ്ങളെയാടി നീ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിച്ചത്. ഇങ്ങ് വന്നേ. ഇവളെ പിടിച്ച് സെല്ലിനകത്തിട്. തത്തെ വളർത്താനല്ല ജയിലിൽ സെല്ലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിടിച്ചോണ്ട് പോയവളെ. ഇങ്ങോട്ട് വന്ദനമ്മേ, മേലിൽ ഇവിടെ കണ്ടുപോകരുത്. പൊക്കോ. ഇനി ഇവിടെ കണ്ട എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും. മാനത്തെ കൊട്ടാരം